ജൂലൈ 1 ഒരാള് വിളിച്ചറിയിച്ചു, ഇന്നു മുതൽ അശ്വിനി ഒരു പുതിയ കമ്പനിയിൽ ജോലിക്ക് കയറിയെന്ന്. ദുഷ്ടൻ. എന്റെ മാനാഭിമാനവും സ്വത്വവും കവർന്നെടുത്തവൻ സസുഖം ജീവിക്കുന്നു. ഓഗസ്റ്റ് 17 ഇന്ന് എന്റെ വിവാഹം കഴിഞ്ഞിട്ട് കൃത്യം 1 വർഷം തികയുന്നു. കേസ് കുടുംബ കോടതിയിലേക്ക്. ഓഗസ്റ്റ് 18 ഇന്നറിയുന്നു അശ്വിനി വീട് പൂട്ടി മറ്റെവിടേക്കോ താമസം മാറിയെന്ന്. കൂടെ കൂട്ടി ഒരു പുനർജന്മത്തിൽ എന്ന പോലെ എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന രേവതിയുടെ മാറ്റത്തെ പറ്റി പറഞ്ഞപ്പോ അതൊരു കടങ്കഥ കേട്ടതുപോലെ. ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ സത്യമായിക്കാം, പക്ഷേ ഇനി എന്തൊക്കെ സംഭവിക്കാമെന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഡിന്നർ മോശമാക്കണ്ട, ഇന്ന് നമ്മുടെ ഒപ്പം ആഘോഷിക്കാൻ റസാഖ് ഭായി ഉണ്ട്. പിന്നെ താൻ പറഞ്ഞതൊന്നും ഒഴിവാക്കിയിട്ടില്ല ഞാൻ. ആ ബോട്ടിലെടുത്ത് ടേബിളിൽ വെച്ചേക്ക്. ഒരു സ്മോളിന് ശേഷം സഹായിക്കാൻ കൂടാം. എന്താ? ഇതൊക്കെ ഇവിടെ ഒരു അഭിനയമാണെങ്കിലും എന്നെ സംബന്ധിച്ച് ഇതൊന്നും ഒരു അഭിനയമല്ല. കാലം എറിഞ്ഞു തന്നൊരു അവസരം ഉപയോഗിക്കുക. കോടതി മുറിയിൽ ഞാൻ കൊലപാതകിയായിരുന്നു, ആണും പെണ്ണും കെട്ടവനായിരുന്നു, സഹജീവിയുടെ മനുഷ്യാവകാശങ്ങളെ ലംഘിച്ചവൻ. ഇതിനൊക്കെ ഒരു മറുപടി കൊടുക്കണ്ടേ? വിഷമാണിത്. അവൾ ഒരുക്കുന്നത് അവളുടെ അന്ത്യത്താഴമാണ്. അശ്വിനി, നീ എന്തൊക്കെയാണോ പറയുന്നത്? കൊല്ലാൻ കൂട്ടിക്കൊണ്ട് വന്നതാ. ജീവിതം കളിച്ചു കളയാനുള്ളതല്ല. പക്ഷേ അറിഞ്ഞോ അറിയാതെയോ ഞാൻ ഇതിൽ പങ്കാളിയും സാക്ഷിയും. രണ്ടാമതൊരു പെണ്ണിനെ എന്റെ ജീവിതത്തിലേക്ക് കാട്ടിത്തന്നതും കൂട്ടിത്തന്നതും നിങ്ങളാണ്. നിങ്ങൾ പറഞ്ഞില്ലേ ഇത് പടച്ചോന്റെ തീരുമാനമാണെന്ന്? ദൈവം തെറ്റ് ചെയ്യുന്നതിനൊപ്പമല്ല അശ്വിനി. എടാ, സത്യമാണ് ദൈവം. ആ ദൈവം തീരുമാനിച്ചത് ഞാൻ നടപ്പാക്കുന്നു. അതിന് നീ എന്നെ കൂട്ടാൻ പാടില്ലായിരുന്നു. സ്നേഹമില്ലാത്തവൻ, ചതിക്കില്ല എന്നെ നീ. ഞാനിത് ആരോടാ പറയേണ്ടത്? പോലീസിൽ. നിങ്ങൾ എന്നെ ഒറ്റ കൊടുക്കോ? ഇതിനൊന്നും കൂട്ടി നിൽക്കാൻ കഴിയില്ല. നീ വേണ്ട. പക്ഷേ നിങ്ങൾ അറിഞ്ഞിട്ടില്ല, നിങ്ങളിതിൽ ഇടപെട്ടിട്ടില്ല. ഈ ദിവസം നിങ്ങളിവിടെ വന്നിട്ടില്ല. അശ്വിനി, പ്ലീസ്, ഇതെന്റെ പ്രതികാരം, എന്റെ പിഴ, എന്റെ മാത്രം. പൊക്കോ. അശ്വിനി, നീ ഗുഡ് നൈറ്റ്. അത് പിന്നെ ഒരു ഫോൺ വന്നു, അത്യാവശ്യമാണെന്ന് പറഞ്ഞു പോയി. ഇന്ന് അദ്ദേഹം ഉണ്ടായിരിക്കേണ്ടതായിരുന്നു. ദീർഘകാലത്തിന് ശേഷം നമ്മൾ ഡൈനിങ് ടേബിൾ ഒരുമിച്ചിരിക്കുമ്പോ ഒരുമിക്കാൻ കാരണക്കാരനായ ആളും ഉണ്ടാകേണ്ടിയിരുന്നു. കഷ്ടമായിപ്പോ. എങ്കിലും ഇന്നത്തെ അത്ഭുതം ഷെയർ ചെയ്യാൻ ഞാൻ ഒരാളെ ക്ഷണിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ചേട്ടൻ സുബ്രഹ്മണ്യൻ. അത് നല്ലതാ. നമ്മൾ പിരിയടുത്തുന്ന ഒരുപാട് ആഗ്രഹിച്ചാൽ ഞാനെന്ന കുരിശ് അശ്വിനി ഏറ്റെടുക്കാൻ കാരണക്കാരനായ സുബ്രഹ്മണ്യൻ. ഈ രാത്രിയിൽ വേറെ വിരുന്നുകാരുണ്ടാവോ? ആരാ നോക്കി? നിങ്ങളിങ്ങ് പോന്നു കഴിഞ്ഞപ്പോഴാണ് ആലീസിന് ബോധോദയം ഉണ്ടായത്. ബേബിച്ചായ, നമ്മൾ 2 ശത്രുക്കളെയാ ഒരുമിപ്പിച്ച് വിട്ടേക്കുന്ന. രേവതി മോൾക്ക് എന്തെങ്കിലും അപകടം സംഭവിച്ച? എന്റെ അപകടം? ഞാൻ എന്റെ ആദ്യ ഭർത്താവിനൊപ്പമല്ലേ വന്നത്. എന്തായാലും ഒരു സെക്യൂരിറ്റിക്ക് പറഞ്ഞു വിട്ടതാ എന്നെ. അതേതായാലും നന്നായി. എനിക്ക് അടുക്കളയിൽ കൈസഹായമായല്ലോ. ബേബിച്ചായ നല്ല ഒന്നാമതൊരു ഷെഫാ. പട്ടാളത്തിൽ ഷെഫായിരുന്നു. ഷെഫോ? ബ്രിഗേഡിയർ? ബേബിച്ചായ കേണൽ അല്ല, ക്യാപ്റ്റൻ. ക്യാപ്റ്റൻ രാജു അച്ഛൻ്റെ ഒരു ബന്ധുവാ. ഹബിൽദാർ ബേബി. അടുക്കളയിലേക്ക് വരണം. ഓ, ഈ ബാഗിനകത്തോളം കരുതിയിട്ടുണ്ടോ? പൊടി എവിടുന്ന്? ഇറച്ചി വെക്കാൻ ബേബിച്ചായ മിടുക്കന. നമ്മുടെ ഹൈലൈറ്റ് സാധനം ഇന്നുണ്ടാക്കണം.
ഇവിടെ വന്ന് നിങ്ങളുടെ പെരുമാറ്റമൊക്കെ കണ്ടിട്ട് എന്തെങ്കിലും പന്തി കേടുണ്ടെ വിളിച്ചു പറയണമെന്ന് ആലീസ് പറഞ്ഞേക്കുന്നത്. എന്നിട്ട് എന്തെങ്കിലും തോന്നിയോ? യുദ്ധം 2 കണ്ടതാ ഞാൻ. അതുകൊണ്ട് ഇതൊന്നും എനിക്കൊരു പ്രശ്നമല്ല. എങ്ങനെ വീശോ? കോട്ട കിട്ടും, തികയാറില്ല. എനിക്ക് മാത്രമല്ല, ഇപ്പൊ പെണ്ണുങ്ങൾക്കും ഭയങ്കര കപ്പാസിറ്റിയാ. അതെ, ആദ്യത്തെ ജീവിതം പാഴാക്കി കളഞ്ഞു. ഇതിൽ തെറ്റ് പറ്റരുത്. പാമ്പും പഴയതാനിയാ നല്ലത്. ഞാൻ അടുക്കളയിൽ കുഞ്ഞിനെ ഒന്ന് സഹായിക്കട്ടെ. ഒരു 3-4 ഗ്ലാസ് എടുത്ത് ടേബിളിൽ വെച്ചേക്ക്. സുഭദ്ര തന്നു വിട്ടതാ. നീ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അവള് തന്നെ അടുക്കള കയറി എന്തൊക്കെയോ ഉണ്ടാക്കിയതാ. രാത്രി പട്ടിണി കിടക്കണ്ട. വല്ലപ്പോഴും അവള് വന്ന് വീടൊക്കെ വൃത്തിയാക്കി ഇടാറുണ്ടായിരുന്നു. നിന്നെ അവൾക്ക് അത്രയ്ക്ക് ഇഷ്ടമാടാ. എത്ര വിവാഹാലോചനകൾ വന്നു സുഭദ്രയ്ക്ക്. ഒന്നിനെ സമ്മതിക്കാഞ്ഞതെന്താ? ഇയാൾ ഇങ്ങനെ നിൽക്കുമ്പോ സ്വന്തം രക്തത്തിന് തോന്നുന്നത് പോലെ മറ്റുള്ളവർക്ക് തോന്നുമോ? വലിയ ആർഭാടം ഒന്നും വേണ്ട. അത്യാവശ്യം ബന്ധുക്കളെയും സ്വന്തക്കാരെയും വിളിച്ച് ഒരു ചെറിയ ചടങ്ങ് നിങ്ങളുടെ വിവാഹമേ. അമ്മാവന് ചായ കുടിച്ചിട്ട് ആലോചിക്കും. നീ എന്താ ഇവിടെ? മക്കളെ ഇവിടെ അശ്വിനെ ബേബിച്ചാൻ വിളിക്കുന്നു. അകത്തേക്ക് ചെന്നേ. ഇത് ഞാൻ ഡീൽ ചെയ്തോളാം. അമ്മാവന് ചായ കുടിക്കോ? നിനക്കെന്താ ഇവിടെ കാര്യം? എന്ത് ചെയ്യാ അമ്മാവ, അശ്വിനി വീണ്ടും എന്നെ കല്യാണം കഴിച്ചു. മേഡ് ഫോർ ഈച്ച് അതർ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതുപോലൊരു താൽക്കാലിക പ്രതിഭാസം. ഞാൻ കരുതി അമ്മാവന്റെ കാലം കഴിഞ്ഞു കാണുമെന്നാ. അശ്വിനി പറഞ്ഞു ഈ വക സാധനങ്ങളൊന്നും അത്ര പെട്ടെന്ന് ചാകില്ലെന്ന്. നീ എന്ത് തീരുമാനിച്ച വേഷം കെട്ടി വന്നിരിക്കുന്നേ? തീരുമാനങ്ങളൊന്നും അങ്ങനെ പുറത്തു പറയാനൊക്കില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, അതൊരൊന്നൊന്നര തീരുമാനമാണ്. നിങ്ങളെല്ലാവരും കൂടെ എന്നെ കുരങ്ങ് കളിപ്പിക്കുകയാണോ? അതിന് പ്രത്യേകിച്ചൊരു കളി വേണ്ടല്ലോ. ഇത് കലക്കിയല്ലോ. അമ്മാവനെ പോന്നു. നീ ഇത് നേരത്തെ അറിഞ്ഞായിരുന്നു. എന്നിട്ട് എന്തിനാ ഒരു വാക്ക് എന്നോട് പറഞ്ഞില്ല? കുറച്ചു മുമ്പ് രേവതി വിളിച്ച് പറഞ്ഞു അവളുടെ വിവാഹം കഴിഞ്ഞു. വരൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു അശ്വിനിയാണ്. എനിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അശ്വിനി എവിടെ? വിളിക്കാം. എന്താ വാടാ ഇതൊക്കെ? അമ്മാവൻ കേട്ടിട്ടില്ലേ? ദൈവം യോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താൻ ശ്രമിക്കരുതെന്ന്. അവരെ ഈശ്വരൻ യോജിപ്പിച്ചതാ. അതാ നിയമപരമായി പിരിഞ്ഞിട്ടും അവർ വീണ്ടും ഒന്നിച്ചത്. ഇനി ഞാൻ സുഭദ്രയോട് എന്ത് സമാധാനം പറയും? ബാല്യത്തിലും കൗമാരത്തിലും വിദ്യാഭ്യാസത്തിലും ഒക്കെ കൂട്ടുനിന്ന ഇരവി അമ്മാവനോട് ഇത് വേണ്ടായിരുന്നു. നിന്റെ കുടുംബകാര്യത്തിൽ ആരുടെ ഉപദേശം വേണ്ടെന്ന് പറഞ്ഞ് 4 വർഷത്തിന് മുമ്പ് നീ എന്നെ പടിയിറക്കി വിട്ടപ്പോൾ എൻ്റെ കണ്ണുകളിൽ നിറഞ്ഞത് ഹൃദയരക്തമായിരുന്നു. എന്നിട്ട് നിന്നോട് വെറുപ്പുണ്ടായില്ല ഈ സഹോദരന്. നിങ്ങളുടെ നിയമയുദ്ധത്തിൻ്റെ നാളുകളിൽ ഒരു മനംമാറ്റമുണ്ടായി നിങ്ങൾ ഒന്നിക്കണേ എന്ന പ്രാർത്ഥന മാത്രമായിരുന്നു എനിക്ക്. ഒടുവിൽ ആ പ്രാർത്ഥന ഫലിച്ചു. നന്നായി. തെറ്റ് ബോധ്യപ്പെടുമ്പോഴും തിരുത്തുമ്പോഴുവാ മനുഷ്യൻ മനുഷ്യനാകുന്നത്. കടമൊന്നും ബാക്കി വെക്കേണ്ട തീരുമാനിച്ചു. വീട്ടിൽ തീർക്കാൻ ഒരു അവസരം കിട്ടിയപ്പോ ഏറ്റെടുത്തു. ഇന്നത്തെ എന്റെ സന്തോഷത്തിൽ നിങ്ങളും സാക്ഷിയാകണം. 5 വർഷത്തിന് ശേഷം ഇവിടെ പുതിയൊരു അധ്യായം രചിക്കാൻ ഞങ്ങൾ